ദമ്പതികളടക്കമുള്ള സംഘത്തെ പത്തനംതിട്ട പോലീസ് അകാരണമായി മർദ്ദിച്ചു എന്നതിലൊരു പരാതിയുണ്ട് എന്ന് പത്തനംതിട്ട KSRTC ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് വഴിയരികിൽ നിന്നവരാണ് ഈ പരാതി ഉന്നയിക്കുന്നത്. അടൂരിൽ വിവാഹ അനുബന്ധ ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങി വന്നവർക്കാണ് ഈ മർദ്ദനമേറ്റവരിൽ ചിലർ ഇപ്പോൾ നമ്മുടെ പ്രതിനിധി CK അഭിലാലിനൊപ്പം ഉണ്ട്. അഭിലാൽ, അവർക്ക് എന്താണ് പറയാനുള്ളത് ഈ സംഭവത്തിൽ? പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലുള്ള രണ്ടുപേരിൽ ഒരാളാണ് മുണ്ടക്കയം സ്വദേശിനി സിതാര വീണ് പരിക്കേറ്റിട്ടുണ്ട്. തോളലിന് പൊട്ടലുണ്ട്. അതോടൊപ്പം തന്നെ വലത് കൈയിൽ താഴെ മുറിവേറ്റ പാടുണ്ട്. പോലീസ് വിശദീകരിക്കുന്നതല്ല യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നുള്ളതാണ് സിതാര നേരിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ബന്ധുവുമായി അവർ മൊബൈൽ ഫോണിൽ കാര്യങ്ങളുടെ വിശദാംശങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ്. ശേഷം നമ്മോട് സംസാരിക്കുന്നതിനാണ് കരുതുന്നത്. ഏറെക്കുറെ 12 പേർ വാഹനം നിർത്തി പുറത്തിറങ്ങി. ചിലർ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനിടെയാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഏത് തരത്തിലുള്ള ഒരു നടപടിയാണ് ഉണ്ടായത്? ഞങ്ങൾ ആക്ച്വലി ഒരു വെഡ്ഡിങ് റിസപ്ഷൻ കഴിഞ്ഞിട്ട് വരുമായിരുന്നു അടൂരിൽ നിന്ന്. അപ്പോൾ പത്തനംതിട്ട നമുക്ക് ട്രാവലറിനായിരുന്നു വന്നത്. അപ്പോൾ പത്തനംതിട്ട ഒരാളെ ഇറക്കാനും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് പേര് ഇറങ്ങി റോഡിൽ റെസ്റ്റ് ചെയ്യാനായിട്ട് നിന്നതാണ്. ആ സമയത്താണ് പോലീസ് വണ്ടി പെട്ടെന്ന് വന്ന് നിൽക്കുന്നത്. അതിനകത്ത് നിന്ന് ചാടി ഇറങ്ങി എന്താ ഇവിടെയെന്ന് ചോദിച്ചിട്ട് അടിക്കുകയാണ് ചെയ്തത്. അടിച്ചപ്പോഴത്തേന് നമ്മൾ തിരിച്ച് എന്നെ അന്ന് പോലും ചോദിക്കാനായിട്ടുള്ളൊരു അവസരം തന്നില്ല. എന്നാ സംഭവിച്ചതെന്നും അറിയത്തില്ല. കാരണം അങ്ങനെ വന്ന് അടിക്കാനുള്ളൊരു സാഹചര്യം അന്തരീക്ഷം അല്ലായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ എന്താണ് നമുക്ക് മനസ്സിലായില്ല. തിരിച്ച് ചോദിക്കാൻ ഓങ്ങിയപ്പോൾ പോലും ഒന്നുകൂടെ അടിക്കുകയാണ് ചെയ്തത്. അടിച്ച സമയത്ത് ഞാനും ഹസ്ബൻഡും കൂടെ മറിഞ്ഞ് വീണ് കിടന്നപ്പോഴും അടിച്ചു ഹസ്ബൻഡിനോട്ട്. ഹസ്ബൻഡിൻ്റെ തലയ്ക്ക് പൊട്ടലുണ്ട്, അപ്പോൾ എനിക്ക് കൈക്ക് പൊട്ടലുണ്ട്, തോളലിന് പൊട്ടലുണ്ട്. സിതാരയുടെ പരിക്ക് എങ്ങനെ സംഭവിച്ചതാണ്? ഇത് പുറകിൽ നമ്മൾ വന്ന് നിന്നപ്പോഴത്തേനും അടിച്ചു, ഒരു തവണ അടിച്ചു. അപ്പം ഞാൻ ഹസ്ബൻഡിനെ കയറി പിടിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേനും ഒന്നുകൂടി അടിക്കാൻ ഓങ്ങിയപ്പോഴത്തേനും ഞാൻ ആദ്യം അടിച്ച് കഴിഞ്ഞപ്പോഴത്തേനും വീണ് കിടന്നപ്പോഴത്തേനും ഹസ്ബൻഡ് ഇതെന്നെ അന്ന് ചോദിക്കുന്ന ആ ഒരു സമയത്ത് ഒന്നുകൂടെ അടിച്ചു തലക്കെട്ട്. അപ്പോൾ എൻ്റെ കൈക്കെട്ടും പുറത്തിനിട്ടും കൊണ്ടു വീഴുകയും ചെയ്തു. ആദ്യത്തെ അടിക്ക് തന്നെ താഴെ വീണു. പോലീസ് വിശദീകരിക്കുന്നത് ബാറിന് പുറത്ത് സംഘർഷമുണ്ടായെന്നുള്ള വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലെത്തുകയും ആ സമയത്ത് പോലീസ് വാഹനം കണ്ട് കുറച്ച് പേർ ഓടി, ബാക്കി കൂടി നിന്ന ആളുകളെ പിരിച്ചുവിടാൻ വേണ്ടിയായിരുന്നു പോലീസ് നടപടി എന്നുള്ളതാണ്. ഞങ്ങൾ അവിടെ നിൽക്കുമ്പോൾ അങ്ങനെ ഒരു സംഘർഷാവസ്ഥ അവിടെ ഇല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് മനസ്സിലാവണ്ടേ ആ ഒരു കാരണം കൊണ്ടായിരിക്കും അടിച്ചതെന്ന് നമുക്ക് ഊഹിക്കാമല്ലോ. ഇത് ഒരു പ്രകോപനവും ഇല്ലാതെ അടിച്ചതുകൊണ്ടാണ് ഞങ്ങൾക്ക് മനസ്സിലാവാത്ത എന്താണെന്നുള്ളത്. സിതാരയുടെ ആ സംഘത്തിലുണ്ടായിരുന്ന മറ്റെത്ര പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്? എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡ്, പിന്നെ എൻ്റെ അനിയനും പിന്നെ എൻ്റെ ബ്രദറിൻ്റെ മോന്, ഇത്രയും പേർക്കാണ് അടി കിട്ടിയത്. ഇപ്പോൾ എത്ര പേര് ചികിത്സയിലുണ്ട്? ഇപ്പോൾ ഞാനാണ് ഇവിടെ അഡ്മിറ്റ് ആയിട്ടുള്ളത്. ഹസ്ബൻഡൊക്കെ വീട്ടിൽ പോയി, വെളുപ്പിന് വരെ ഇവിടെ ഉണ്ടായിരുന്നു, വീട്ടിൽ വരെ പോയേക്കുവാണ്. ഇപ്പം എത്തും. അപ്പോൾ ഉള്ളത് അമ്മയാണോ? അമ്മയും ഈ സമയം അവിടെ ഉണ്ടായിരുന്നു, വാഹനത്തിലായിരുന്നു. ഞാൻ ഇറങ്ങിപ്പോയില്ലായിരുന്നേ. അപ്പോൾ കുറേ കഴിഞ്ഞപ്പോഴത്തേക്കിന് വേറെ 2-3 പേര് പറഞ്ഞ് ഈ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയവരെയാണ് അവിടെ ഇട്ട് അടിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോഴത്തേനാണ് എല്ലാവരും അങ്ങോട്ട് ഓടിച്ചെന്നത്. ഞങ്ങൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഓടിച്ചെന്നപ്പോഴത്തേക്കിനെല്ലാം കഴിഞ്ഞ് അവർ പോയി. അവർ വണ്ടി വിട്ട് അന്നേരം സ്ഥലം വിട്ടു. അപ്പോൾ അവിടെ നാട്ടുകാർ കുറച്ച് പേര് കൂടി വന്ന് പറഞ്ഞു ഇതങ്ങനെ വിട്ടാലൊക്കുകയല്ല, ഇത് ഇവർ വന്ന് ഇറങ്ങിയതേ ഉള്ളൂ. ഞങ്ങളിറങ്ങി കുഞ്ഞുണ്ടായിരുന്നു എൻ്റെ കയ്യിൽ, രണ്ടാമത്തെ മോടെ. അപ്പോൾ ആ കുഞ്ഞിനെ വെച്ചുകൊണ്ട് ഇരുന്നുകൊണ്ട് അവൾ ഇറങ്ങി അങ്ങ് പോയി. ഞാൻ ഇറങ്ങിപ്പോയില്ല, കാണാനും പറ്റിയില്ല. പക്ഷേ ഇളയ മരുമോന് ബ്ലഡ് ഒഴുകി ദേഹം മുഴുവനുമായിട്ട് കണ്ടത് ഞങ്ങൾ. പോലീസുകാർ കാര്യങ്ങൾ വിശദീകരിക്കാതെ മടങ്ങിയെന്നാണ് പറയുന്നത്. അവർ തിരിഞ്ഞു പോലും നോക്കിയില്ല. ഇവിടെ വീണ് കിടക്കുന്ന കണ്ടിട്ട് പോലും അവർ തിരിഞ്ഞു നോക്കാതെ പോയത്. യൂണിഫോം ഇല്ലായിരുന്നു, പോലീസ് ജീപ്പായിരുന്നു. ജീപ്പിന് വന്നുകൊണ്ട് എല്ലാവർക്കും പോലീസുകാരാണെന്ന് മനസ്സിലായി. പക്ഷേ ഇപ്പോൾ പല പ്രശ്നങ്ങൾ നമ്മൾ ഈ വാർത്തയിലെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ ഇളയ മോൻ പറഞ്ഞ് എൻ്റെ ഭാര്യ എൻ്റെ കൂടെ ഉണ്ട്, ഞങ്ങൾ വേറെ ഒന്നിനും വന്നല്ല, ഇന്നപോലെ എൻ്റെ ഭാര്യ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോലും ഇതെൻ്റെ ഭാര്യ എന്ന് പറഞ്ഞിട്ട് പോലും കേൾക്കാതെയാണ് അവനെ അടിച്ചത്. ഇവളെ അടിച്ച് തെള്ളിയിട്ട്. രാത്രി ഉപയോഗിച്ച ആളുകൾ ആരും യൂണിഫോമിലായിരുന്നില്ല. ആരും യൂണിഫോമില്ലായിരുന്നെന്നാണ് ഇവർ പറഞ്ഞു. ഞാൻ കണ്ടില്ല. ഞാൻ ഇറങ്ങി ചെന്നപ്പോഴത്തേക്കിന് കുഞ്ഞെൻ്റെ കയ്യിലുണ്ടായിരുന്നുകൊണ്ട് ഞാൻ ഇറങ്ങി ചെന്നപ്പോഴത്തേക്കിന് പോയി. പോലീസ് വിശദീകരിക്കുന്നത്
അബാൻ ജംഗ്ഷൻ സമീപമുള്ള ബാറിൽ ഒരു സംഘർഷമുണ്ടായി എന്നുള്ള വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് സ്റ്റേഷനിൽ നിന്നും പെട്ടെന്ന് സേനാംഗങ്ങൾ പുറപ്പെടുകയാണ് ഉണ്ടായത്. അങ്ങനെ വാഹനം കണ്ടതോടുകൂടി ഏതാനും ആളുകൾ അവിടെ നിന്ന് ഓടിപ്പോയി. കൂടി നിന്ന ആളുകളെ പിരിച്ചുവിടാൻ വേണ്ടിയുള്ള ശ്രമത്തിനിടയിലാണ് പോലീസിന് ബലം പ്രയോഗിക്കേണ്ടി വന്നത്. സ്ത്രീകളെ ആരെയും ഉപദ്രവിച്ചിട്ടില്ല എന്നാണ് പോലീസ് വിശദീകരിക്കുന്നത്. എന്നാൽ സംഘർഷത്തിൻ്റെ യാതൊരു സാധ്യതയോ അല്ലെങ്കിൽ സീനോ അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പരാതിക്കാർ മുന്നോട്ട് വയ്ക്കുന്ന വിഷയം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നടപടികൾ ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസിനെ സമീപിക്കും, അന്വേഷണം ആവശ്യപ്പെടുമെന്നുള്ളതാണ് പരിക്കേറ്റ സംഘങ്ങളിൽ പങ്കുവയ്ക്കുന്നത്.